ഹായ് മക്കളെ, പല സ്കൂളുകളിലും ഓണം എക്സാം +1 ഇല്ല. സ്കൂളുകളിൽ നിന്നല്ല, ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒരു ടൈം ടേബിൾ ഇട്ടിട്ടൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ മക്കൾക്ക് ആ ഒരു ലൈവ് തരണം. അപ്പോൾ ഞാൻ പല സ്കൂളിലത്തെ കുട്ടികളോടും അതുപോലെ തന്നെ പല സ്കൂളിലത്തെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. +2 ടൈം ടേബിൾ എങ്ങനെയാണോ അതിനനുസരിച്ച് തന്നെ ഞങ്ങൾ അവിടെ +1 എക്സാം നടക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇടുന്നത് അതാത് സ്കൂളിലത്തെ ടീച്ചേഴ്സാണ്, +2 പോലെയല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാക്കി. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ലൈവ് വേണ്ടേ? ഒരു 80% കുട്ടികളും അതാത് +2 ടൈം ടേബിൾ പോലെ തന്നെയാണ് ഞങ്ങളുടെ സ്കൂളിൽ എക്സാം നടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നാ വിടൂല ഞങ്ങൾ നിങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ലാംഗ്വേജ്, അതായത് അറബി, പിന്നെ അതുപോലെ തന്നെ മലയാളം, ഹിന്ദി, ഇതൊക്കെ നമ്മൾ എന്തൊക്കെ തന്നെയുണ്ട്. ഇന്ന് ലൈവ് കൃത്യം 7 മണിക്കുണ്ട്. സാറേ എന്താ പിന്നെ അതിൻ്റെ അപ്കമിങ് ലൈവ് എന്നൊന്നും പറഞ്ഞിട്ട്, സാധാരണ ഒരു ലൈവ് ഉണ്ടെങ്കിൽ ഒരു ദിവസം മുമ്പ് തന്നെ നമ്മുടെ ചാനൽ കാണാണ്ടാണ്. അക്കൗണ്ടൻസി, ബിസിനസ്, ഹിസ്റ്ററി, എക്കണോമിക്സ് ഇതൊക്കെ അങ്ങനെ കാണാറുണ്ടല്ലോ. ലാംഗ്വേജിന് ഇല്ലേ? യെസ്, ലാംഗ്വേജ് ഉണ്ട്. പക്ഷേ നമ്മുടെ എഡ്യൂപോഡ് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്ന ചാനലിലല്ല, വെറും എഡ്യൂപോഡ് +1. അപ്പോൾ ഇപ്പോൾ തന്നെ മക്കൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ എഡ്യൂപോഡ് +1 ചാനലിൽ പോയിട്ട് ആ ലൈവിനൊക്കെ ഒന്നും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്തിടുക, സെറ്റാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ +2കാരോടൊപ്പം തന്നെ ഇങ്ങനെ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു മടിയില്ലാതെ, കാരണം നിങ്ങൾക്കറിയാം 3 മാസമായിട്ടുള്ളൂ അല്ലെങ്കിൽ 2 മാസമൊക്കെ ആയിട്ടുള്ളൂ ശരിക്കും ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഒരുപാട് ചാപ്റ്ററൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എഡ്യൂപോഡ് +1 എന്ന ചാനലിലാണ് നിങ്ങൾ പോവേണ്ടത്. ഇവിടെ നിന്നിട്ട് സാറേ ലൈവ് തുടങ്ങില്ലേ, ലൈവില്ലേ എന്ന് ഒരിക്കലും ചോദിച്ച് നിൽക്കരുത്. എഡ്യൂപോഡ് +1 ചാനൽ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ പോയി നിൽക്കുക. നമ്മൾ അവിടെയൊക്കെ ഉണ്ടാവും, സെറ്റാക്കണം, അടിപൊളിയാക്കണം, ഫുൾ മാർക്ക് വാങ്ങണം. ഓക്കെ.